നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ജില്ലാ കളക്ടർ ഒരുക്കങ്ങൾ വിലയിരുത്തി. ശബരിമലയ്ക്ക് വ്രതം നോറ്റിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്ന് പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്ത് രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചാലക്കുടി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദപരമായ സമീപനങ്ങളിലും വീഴ്ചകളിലും ആരോപിച്ച് നഗരസഭാ കൗൺസിലർ വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു. രേഖകളില്ലാതെ കാറിൽ കടത്തിയ 25 ലക്ഷം രൂപ പിടികൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി. പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങൾ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു. GPS ഘടിപ്പിച്ച വാഹനങ്ങളെ യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസർമാരും അനുഗമിക്കും. ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൗസിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിലും ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനം നിരീക്ഷിക്കുന്നതിനാണ് ഈ കമാൻഡ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്. ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. നവംബർ 13 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ശബരിമലയ്ക്ക് വ്രതം നോറ്റിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്നും യൂണിഫോം ധരിക്കണമെന്നും പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്ത് രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തി രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചാലക്കുടി ചായ്പൻകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ചോദ്യം ചെയ്യാനെത്തിയ പൂജാരി കൂടിയായ കൊല്ലരേഴത്ത് ശ്രീപീഠം വീട്ടിൽ 45 വയസ്സുള്ള അനീഷിനെ അധ്യാപികയും മറ്റ് സ്റ്റാഫും വസ്ത്രത്തിലൂടെയല്ല പെരുമാറ്റത്തിലൂടെ വേണം മനസ്സ് നന്നാവാനെന്ന് മറ്റും പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആരോപിച്ച് അനീഷ് ഇരിഞ്ഞാലക്കുട DEO ഓഫീസിലെത്തി ചൊവ്വാഴ്ച രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഭാര്യയും മക്കളുമായി ഓഫീസിലെത്തിയ അനീഷ് DEO ഷൈലയോട് ഇതു സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ കയ്യിൽ കരുതിയ കുപ്പിയിൽ നിന്നും പെട്രോൾ എടുത്ത് ശരീരത്തിൽ ഒഴിക്കുകയായിരുന്നു. ഓഫീസറും ഭാര്യയും ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ എടുത്തു മാറ്റുകയും മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുത്തു. ഇത്തരം ഒരു ഉത്തരവ് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാന അധ്യാപിക അസംബ്ലി വിളിച്ചു ചേർത്ത് യൂണിഫോം നിർബന്ധമാണെന്ന നിർദ്ദേശം പിൻവലിച്ചിരുന്നതായി DEO അറിയിച്ചു. ഇരിഞ്ഞാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ഇയാളെ ജനറൽ ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി. സ്കൂളിൽ ചെല്ലാൻ പാടില്ല അത് ചോദിക്കാൻ എന്നെ എല്ലാ അധ്യാപകരും ചേർന്ന് എന്നെ ഹഡ് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും സബ്ജക്ട് കേരളത്തിൽ തീർന്നില്ല സാറേ. ഈ മതത്തിന്റെ ഇത്രയെങ്കിലും തീർന്നിട്ട് എന്നെ എല്ലാ അധ്യാപകരും ചേർന്ന് നിന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് ആ തീരുമാനമല്ല സാറേ. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞേ ഇതൊന്നും കറുപ്പൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കറുപ്പ് ഇട്ടത് കൊണ്ട് മാത്രം ആരും നന്നാവാൻ പോണില്ല. ഞങ്ങളുടെ കറുപ്പ് പിൻവലിച്ചാലും നിങ്ങൾ നന്നാവില്ല എന്നാ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി നിന്ന് എല്ലാ അധ്യാപകരും കൂടി നിന്നിട്ട് എന്തിനാ സാറേ ഇങ്ങനെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കണേ? ഇത്രയും നടപടികളുണ്ടായിട്ട് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സംവിധാനം ഇല്ലാത്തത്. ചാലക്കുടി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദപരമായ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർ വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സത്യഗ്രഹ സമരം ആരംഭിച്ചു.
നഗരസഭാ ഓഫീസിലാണ് ഭരണപക്ഷാംഗം കൂടിയായ വത്സൻ ചമ്പക്കര പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയുടെ വികസനങ്ങൾക്ക് ഇവർ വിലങ്ങുതടിയാവുകയാണെന്ന് വത്സൻ ആരോപിച്ചു. നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ തകർന്ന് 1 മാസത്തിലധികമായി ക്രിമിറ്റോറിയം പ്രവർത്തിക്കാതിരിക്കുന്നതും ഇവരുടെ വീഴ്ചയാണെന്നും വത്സൻ അഭിപ്രായപ്പെട്ടു. ചാലക്കുടി നഗരസഭയുടെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥയായ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം നഗരസഭയുടെ വിവിധ പദ്ധതികൾ പെരുവഴിയിലായിരിക്കുകയാണെന്നും കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കുന്നത് മൂലം വിവിധ പദ്ധതികൾക്കായി നീക്കിവച്ച 2.5 കോടി രൂപയാണ് പാഴായി പോയതെന്നും വത്സൻ ചമ്പക്കര പറയുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഇവരുടെ അപ്രമാദിത്വവും ഏകാധിപത്യ പ്രവർത്തനവും മൂലം മറ്റ് ഉദ്യോഗസ്ഥരും നിഷ്ക്രിയരാണെന്നും വേണ്ടവിധം സൈറ്റ് സൂപ്പർവിഷനും നിർദ്ദേശങ്ങളും കൊടുക്കാതെ ചെയ്ത വർക്കുകൾ നിരന്തരം പൊളിച്ചു മാറ്റുക, ചെയ്ത വർക്കിൻ്റെ അളവെടുക്കാതിരിക്കുക, ചെയ്ത വർക്കുകളുടെ ബില്ല് എഴുതാതിരിക്കുക എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭരണകക്ഷി കൗൺസിലർ കൂടിയായ വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. ചാലക്കുടിയുടെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കും വരെ നഗരസഭാ അങ്കണത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുമെന്ന് വത്സൻ ചമ്പക്കര അറിയിച്ചു. മോട്ടോർ ഷെഡ് പൊളിഞ്ഞു. 3 മാസമായി മോട്ടോർ ഷെഡിന്റെ പണി ആരംഭിച്ചിട്ട്. മോട്ടോർ ഷെഡിന്റെ റൂഫ് സ്ലാബ് എന്ന് പറയുന്നത് 90 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. ആ സ്ലാബിന്റെ തട്ടടിച്ചിട്ട് 2 ആഴ്ചയായി. പോയി നോക്കാൻ പറ്റിയില്ല. തട്ടടിച്ച് വളഞ്ഞു. പോയി നോക്കി കമ്പി കെട്ടാൻ പറഞ്ഞു. കമ്പി കെട്ട് പറഞ്ഞു കൊടുക്കണ്ടേ, ഡ്രോയിങ് കൊടുക്കണ്ടേ. കമ്പി കെട്ടി 3 പ്രാവശ്യം പൊളിച്ചു. കമ്പി കെട്ടിയത് 3 പ്രാവശ്യം ഒരു 90 സ്ക്വയർ ഫീറ്റ് സ്ലാബ് വാക്കാനുള്ള കമ്പി അടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ കരാറുകാരന് എന്തായിരിക്കും അവസ്ഥ? ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ മറ്റേ കോട്ടച്ചിറ മാതൃകാ റോഡ്, ആ മാതൃകാ റോഡിന്റെ കനാൽ കലിങ്ക് വീതി കൂട്ടുന്ന ഭാഗത്ത് 6 പ്രാവശ്യം 3/4 mm കമ്പി മുറിച്ചു. കോൺക്രീറ്റ് ചെയ്ത സ്ലാബ് പൊളിച്ചു 6 പ്രാവശ്യം. ഇവര് ഇവിടുത്തെ സൂപ്പർവൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യിക്കേണ്ട ആളുകളല്ലേ, ഇത് ആളുകൾ കാണുകയല്ലേ. അപ്പൊ നിരന്തരം ഇത്തരം പല വാർഡുകളിലെ വർക്കുകളും പാമ്പ് ഡിസ്ട്രിബ്യൂഷൻ. ആനത്തടം കിണർ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 12ാമത് ദേശവിളക്ക് മഹോത്സവം നവംബർ 16 ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തെക്കുമുറി യുവജന സംഘം കൊപ്രക്കളം കിണർ ഷഷ്ടി കമ്മിറ്റി ഓഫീസിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. തുടർന്ന് 7:30 ദീപാരാധനയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ടും ഇരിഞ്ഞാലക്കുട ശ്രീ ആദിശങ്കര കാവടി ചിന്തുപാട്ട് സംഘത്തിന്റെ ചിന്തുപാട്ടും ദേശവിളക്കിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. ആനത്തടം കിണർ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള ദേശവിളക്ക് മഹോത്സവം നവംബർ 16 തീയതി വൃശ്ചികം 1 ശനിയാഴ്ച നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് തെക്കുമുറി യുവജന സംഘം കൊപ്രകളം കിണർ ഷഷ്ടി കമ്മിറ്റി ഓഫീസിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 7 മണിക്ക് ഡോക്ടർ തപോവനം അശ്വിനിദേവ് തന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ദീപാരാധനയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. ശാസ്താംപാട്ട് വിവേകാനന്ദ സംഘം നെടുമ്പാള്, ചിന്തുപാട്ട് ശ്രീ ആദിശങ്കര കാവടിച്ചിന്ത് തൃശ്ശൂർ, അമ്പല നിർമ്മാണം രാജരാജേശ്വരി കലാക്ഷേത്ര മണത്തുമടി മാള. സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മലപ്പുറം തേഞ്ഞിപ്പാലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ എടമുട്ടത്ത് വച്ചായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ചന്ദ്രാപിന്നി മിറക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇവരെ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. രേഖകളില്ലാതെ കാറിൽ കടത്തിയ 25 ലക്ഷം രൂപ പിടികൂടി. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുൻപിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. KL 51P 4500 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കിയ കാറിലായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത്. രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് ഇവിടെ വാഹനങ്ങൾ പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനയ്ക്കായി തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും 25 ലക്ഷം രൂപ കണ്ടെടുത്തത്. ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിശോധനയ്ക്കിടെ പണത്തിൻ്റെ രേഖകളൊന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാണിക്കാനായില്ല. ചേലക്കര മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണമാണോ ഇത് എന്നത് പ്രധാനമായും സ്ക്വാഡ് പരിശോധിക്കുന്നു. നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
അതേസമയം എറണാകുളത്തേക്ക് പർച്ചേസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയിരുന്ന പണമാണ് ഇതെന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ വിശദീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാറിൽ ഉണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കും. ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും MLA സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഇറിഗേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ വലിയ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇത്തവണ ഈ സ്ഥിതിവിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതിനുവേണ്ട മുൻകരുതലുകൾ KSCBയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. കേരള ഷോളയാറിൽ നിന്നും ലഭ്യമാകുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചതിന് ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും MLA നിർദ്ദേശിച്ചു. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് KSCB അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ഇടതുകര കനാലിലൂടെ 30-ാം തീയതിയും വലതുകര കനാലിലൂടെ 15-ാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി. ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AA നൂർജഹാൻ, സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് PI പോൾ, പോളി ഡേവിസ്, മറ്റ് വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. സാധാരണ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ജനറേറ്ററാണ് പ്രവർത്തിച്ചത്. വലിയ രീതിയിലുള്ള അത് വലിയ കാലതാമസം, അതിന്റെ ജനറേറ്ററിന്റെ തകരാറ് പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസം വന്നു. അത് ചാലക്കുടി പുഴയിലെ ജലവിധാനത്തെ വളരെ കാര്യമായിട്ട് ബാധിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ കൈനൂർ സ്വദേശി 26 വയസ്സുള്ള അമൽരാജാണ് മരിച്ചത്. കാണാതായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് സുവോളജിക്കൽ പാർക്കിലെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7085 രൂപ, പവന് 56,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ജില്ലാ കളക്ടർ ഒരുക്കങ്ങൾ വിലയിരുത്തി. ശബരിമലയ്ക്ക് വ്രതം നോറ്റിരിക്കുന്ന വിദ്യാർത്ഥികളോട് സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ച് വരരുതെന്ന് പ്രധാന അധ്യാപികയുടെ നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്ത് രക്ഷിതാവിനെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് രക്ഷിതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചാലക്കുടി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിരുത്തരവാദപരമായ സമീപനങ്ങളിലും വീഴ്ചകളിലും ആരോപിച്ച് നഗരസഭാ കൗൺസിലർ വത്സൻ ചമ്പക്കര അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. രേഖകളില്ലാതെ കാറിൽ കടത്തിയ 25 ലക്ഷം രൂപ പിടികൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.